മൊഡ്യൂൾ 2-ലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഈ നോക്കുന്നത്. മൊഡ്യൂൾ 2-ൽ ക്വസ്റ്റ്യൻ നമ്പർ 3, ക്വസ്റ്റ്യൻ നമ്പർ 4. 3യുടെ ഓപ്ഷനാണ് 4. മൊഡ്യൂൾ 1-ലെ പോലെ തന്നെ സെയിം ടൈപ്പ് പ്രോബ്ലമാണ് ഓപ്ഷനായിട്ട് വന്നിരിക്കുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇഷ്ടം പോലെ പ്രോബ്ലംസ് ഉണ്ട്. സോളിഡ്സിൽ റെസ്റ്റിംഗ് ഓൺ VP ചോദിക്കാം, ഫ്രീലി സസ്പെൻഡഡ് സോളിഡ്സ് ചോദിക്കാം. പിന്നെ ഒരു കാര്യം, ഈ രണ്ട് ക്വസ്റ്റ്യൻ്റെയും സൈസ് കുറച്ച് കൂടുതലാണ്. അത് സ്കെയിൽ ചെയ്താൽ വളരെ ചെറുതായി പോവുകയും ചെയ്യും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ പെൻറ്റഗണൽ പിരമിഡ് ബേസ് 30 mm സൈഡ് ആൻഡ് ഹൈറ്റ് 80 mm has a triangular face on ground and the vertical plane containing the axis make an angle of 30 degree with VP. Draw the projections of the solid. ഇവിടെ തന്നിരിക്കുന്ന സോളിഡ് പെൻറ്റഗണൽ പിരമിഡ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ട്രയാങ്കുലർ ഫേസ് ഓൺ ഗ്രൗണ്ട്. അതായത് HP-യിൽ ട്രയാങ്കുലർ ഫേസിൽ റെസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലം. ഓക്കെ, അതായത് ആക്സ് ഇൻക്ലൈൻ ടു വൺ പ്ലെയിൻ ഓൾറെഡി ആയി കിടക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റേജിൽ പ്ലെയിൻ കണ്ടെയ്നിങ് ആക്സിസ് ഈസ് ഇൻക്ലൈൻ 30 degree ടു VP. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഈ ഡയറക്ഷനേക്ക് എടുക്കാം, ഈ ഡയറക്ഷനേക്ക് എടുക്കാം. 4 ഡയറക്ഷൻസ് പോസിബിളാണ്. കാരണം ക്വസ്റ്റ്യനിൽ ഇന്നേ ഡയറക്ഷൻ ഒന്നും ഇതിൽ തന്നിട്ടില്ല, അടുത്ത ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സൈഡിലോട്ടേക്കാണ് വരച്ചിരിക്കുന്നത്. സിമ്പിൾ പൊസിഷൻ ഇങ്ങനെ വരണം. അതായത് റൈറ്റ് സൈഡിൽ എഡ്ജ് വരുന്ന രീതിയിൽ എഡ്ജ് XY ലൈന് പെർപെൻഡിക്കുലറായിട്ട് വേണം വരയ്ക്കാൻ. റൈറ്റ് സൈഡിലാണ് എഡ്ജ് വരച്ചതെങ്കിൽ റൈറ്റ് സൈഡിലോട്ടേക്ക് സോളിഡിനെ ഇൻക്ലൈൻ ചെയ്യിപ്പിക്കണം. ലെഫ്റ്റ് സൈഡിൽ എഡ്ജ് വെച്ചിട്ട് വരയ്ക്കാം. ബട്ട് ആ സമയത്ത് ഈ അപ്പെക്സ് ഇവിടെ വരുന്ന രീതിയിൽ ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് ഇൻക്ലൈൻ ചെയ്യിപ്പിക്കണം. എന്തുകൊണ്ടാണ് ഇവിടെ എഡ്ജ് വരച്ചത്? ബിക്കോസ് ഇത് റെസ്റ്റിംഗ് ഓൺ ബേസ് എഡ്ജ് എന്ന് പ്രോബ്ലം തന്നിട്ടില്ല, ബട്ട് റെസ്റ്റിംഗ് ഓൺ ഫേസ് എന്ന് തന്നു. ഓക്കെ, റെസ്റ്റിംഗ് ഓൺ ഫേസ് ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ അതിൻ്റെ സിമ്പിൾ പൊസിഷനിൽ വരുമ്പോൾ ആക്സിസ് പെർപെൻഡിക്കുലറായിട്ട് HP കൊണ്ടുവരുമ്പോൾ ഈ ലൈൻ റെഫറൻസ് ലൈന് പെർപെൻഡിക്കുലറായി വരുന്ന രീതിയിൽ വേണം വരയ്ക്കാൻ. ഓക്കെ, അടുത്ത സ്റ്റേജിൽ ഇത് ഫേസിൽ HP റെസ്റ്റ് ചെയ്യിപ്പിക്കുന്നു. അതിൻ്റെ അടുത്ത സ്റ്റേജിൽ പ്ലെയിൻ കണ്ടെയ്നിങ് ആക്സിസ് ഇൻക്ലൈൻ ടു വെർട്ടിക്കൽ പ്ലെയിൻ. ഈ രീതിയിലാണ് ചേഞ്ച് ഓഫ് പൊസിഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ സിമ്പിൾ പൊസിഷൻ ഇതേപോലെ തന്നെ വരണം. ഇനി ഇത് തെറ്റിയവരുണ്ടാവും. അതായത് പെൻറ്റഗണിൻ്റെ ഇവിടെ കോർണർ വരച്ചിട്ട് ഈ രീതിയിൽ ഈ റൈറ്റ് സൈഡിലേക്ക് തന്നെ ഇൻക്ലൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ കോർണർ വരച്ചിട്ട് ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് ഇൻക്ലൈൻ ചെയ്യിപ്പിച്ചാൽ കുഴപ്പമില്ല. ബട്ട് റൈറ്റ് സൈഡിലോട്ടേക്ക് ഇതേപോലെ ഇൻക്ലൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സിമ്പിൾ പൊസിഷൻ തെറ്റാണ്. കാരണം ഇവിടെ കോർണർ വരുമ്പോൾ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് റെസ്റ്റിംഗ് ഓൺ എഡ്ജായി മാറും, ഫേസ് എഡ്ജായിട്ട് മാറും. ഓക്കെ, ഓർ സ്ലാൻഡ് എഡ്ജ്. ബട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റെസ്റ്റിംഗ് ഓൺ ഫേസ് ആണ്. റെസ്റ്റിംഗ് ഓൺ ഫേസ് ആകുമ്പോൾ ഇവിടെ എഡ്ജാണ് റൈറ്റ് സൈഡിൽ വരേണ്ടത്. അങ്ങനെ റൈറ്റ് സൈഡിൽ എഡ്ജ് വരുന്നതിൽ 108 ഡിഗ്രി യൂസ് ചെയ്ത് പെൻറ്റഗൺ കംപ്ലീറ്റ് ചെയ്യുക, നെയിം ചെയ്യുക, ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ചെയ്യുക. ബട്ട് ഇവിടുത്തെ പ്രശ്നം ഇതിൻ്റെ സ്പേസിംഗ് ആണ്. ഇത് ഞാനിപ്പോൾ A4 പേപ്പറിലാണ് ഇത് വരച്ചിരിക്കുന്നത്. ഇതിനേക്കാൾ ചെറുതാണ് നമ്മുടെ ആൻസർ ബുക്ക്ലെറ്റ്. അപ്പോൾ സ്പേസിങ്ങിലൊരു പ്രശ്നം പല കുട്ടികളും കോൺടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 സ്റ്റേജ് വരയ്ക്കുമ്പോഴേക്കും സ്പേസ് കിട്ടുന്നില്ല. കാരണം യൂഷ്വലി നമുക്ക് ക്വസ്റ്റ്യൻ വരിക ബേസ് എഡ്ജ് 30 ഹൈറ്റ് 60 ആണ്. ഓക്കെ, ആ രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇനി സ്കെയിൽ ചെയ്യാം. ബട്ട് ഈ ബേസ് എഡ്ജ് 30 ഹൈറ്റ് 80 വരുമ്പോൾ 1:2 സ്കെയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 40 ആകും, ഇത് 15 ആകും, വളരെ ചെറുതായി പോകും. ഓക്കെ, അല്ലെങ്കിൽ ഇത് ബേസ് എഡ്ജ് 40യും ഹൈറ്റ് 80യോ 90യോ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. നമുക്ക് സ്കെയിൽ ചെയ്യുമ്പോഴും ഒരു അത്യാവശ്യം സൈസ് തന്നെ വരയ്ക്കാൻ പറ്റുമായിരുന്നു. ബട്ട് ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. വരയ്ക്കുമ്പോൾ ഈ ഡിസ്റ്റൻസൊക്കെ കൂടുതൽ ഗ്യാപ്പ് എടുത്തവർക്ക് അടുത്ത സ്റ്റേജിൽ ഇത് വരയ്ക്കാൻ സ്പേസ് ഉണ്ടാവില്ല. അവർ വീണ്ടും ഇറേസ് ചെയ്ത് വരയ്ക്കേണ്ടി വന്നിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങളുടെ മൊത്തത്തിൽ എക്സാമിനേഷനെ ബാധിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി അടുത്ത സ്റ്റേജിൽ റെസ്റ്റിംഗ് ഓൺ ഫേസിൽ വന്നു. ഇത് മാറ്റി വരച്ചു. ഈ ഫിഗറിന് ഈ B', A', O' XY ലൈനിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ. കാരണം ഇത് റെസ്റ്റ് ചെയ്തിരിക്കുന്നത് BAO'ലാണ്. ഓക്കെ, അതുകൊണ്ട് B', A', O' XY ലൈനിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഈ ലെങ്ത്ത് ഇവിടെ ആർക്ക് കട്ട് ചെയ്തു, ഈ ലെങ്ത്ത് ഇവിടെ ആർക്ക് കട്ട് ചെയ്തു, ഈ ലെങ്ത്ത് ഇവിടെ ആർക്ക് കട്ട് ചെയ്തിട്ട് ഈ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്ത് പോയിൻറ്റ്സൊക്കെ മാർക്ക് ചെയ്ത് താഴോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്ത് ഹൊറിസോണ്ടൽ ലൈൻസ് വരച്ച് നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇവിടെ നിന്ന് വ്യൂ ചെയ്യുമ്പോൾ ബേസ് കാണുന്നുണ്ട്. അതുകൊണ്ട് ബേസ് മൊത്തം വിസിബിളാണ്. അല്ലെങ്കിൽ സോളിഡ് കയ്യിലില്ലെങ്കിൽ ഒബ്സർവറാണ് ഇവിടെ കിടക്കുന്നത്. ഒബ്സർവർക്ക് നിയറായി കിടക്കുന്നത് ബേസ് ആണ്. അതുകൊണ്ട് ബേസ് വിസിബിളാണ്. എല്ലാ ബേസ് എഡ്ജസും വിസിബിളായിട്ട് വരയ്ക്കുക. വിസിബിൾ ബേസിനെ ക്രോസ് ചെയ്യുന്ന ലൈൻസ് ഇൻവിസിബിൾ ലൈനായിട്ട് വരയ്ക്കുക.
ഇത് DO വിസിബിൾ ആയിരിക്കും, കാരണം അത് മുകളിലത്തെ എഡ്ജാണ്. ആക്സസ് ഇവിടത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യാം. ഇനി അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലം പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ അത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കൊറോണ സമയത്ത് ഓൺലൈൻ ക്ലാസ് എടുത്തപ്പോൾ ഒരു ഹെക്സഗണൽ പിരമിഡ് ഇതേ ടൈപ്പ് പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പ്ലെയിൻ കണ്ടെയ്നിങ് ആക്സിസ് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ആ പ്രോബ്ലം ഞാൻ ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ഞാനിപ്പോൾ ആഡ് ചെയ്യാം, അതിന് ലിങ്ക് തരാം. ഓക്കെ, എനിവേ ആ ടൈപ്പ് പ്രോബ്ലം വരുമ്പോൾ ചെയ്യേണ്ട കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതാണ് ഈ പൊസിഷൻ. ആക്സസ് ഇൻക്ലൈൻ ടു HP ആണ് ആൻഡ് പാരലൽ ടു VP. അതായത് VPക്ക് പാരലൽ, ഇൻക്ലൈൻ ടു HP. ഇപ്പോഴും ഇനി നെക്സ്റ്റ് തന്നിരിക്കുന്നത് ഈ ആക്സസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു വെർട്ടിക്കൽ പ്ലെയിൻ. ഓക്കെ, ആക്സസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു വെർട്ടിക്കൽ പ്ലെയിൻ, അതായത് ഇത് ഇങ്ങനെ എടുക്കാം. ആക്സസ് കണ്ടെയ്ൻ ചെയ്യുന്ന വെർട്ടിക്കൽ പ്ലെയിൻ അതിപ്പോഴും HPക്ക് പെർപെൻഡിക്കുലറാണ്, VPക്ക് പാരലാണ്. ഈ പ്ലെയിനാണ് 30 ഡിഗ്രി ഇൻക്ലൈൻ ടു VP ആക്കി മാറ്റുന്നത്. ഓക്കെ, ഈ പ്ലെയിൻ 30 ഡിഗ്രി ഇൻക്ലൈൻ ടു VP ആക്കി മാറ്റുന്നു. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ 30 ഡിഗ്രി ലൈനിൽ ആക്സസിൻ്റെ ടോപ്പ് വ്യൂ, അതായത് DO വരയ്ക്കാം. ബട്ട് അവിടെ അപ്പാരൻ്റ് ആംഗിൾ എടുക്കണോ എന്നാണ് നമുക്കൊരു സംശയം വരിക. കാരണം ആക്സസ് ഓൾറെഡി റെഡ്യൂസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇൻക്ലൈൻ ടു വൺ പ്ലെയിൻ ആയി. അപ്പോൾ ഇവിടെ വിത്ത് VP എന്നുള്ളൊരു ആംഗിളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കരുതി ഇത് ട്രൂ ആംഗിൾ ഓഫ് ആക്സസ് ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ അപ്പാരൻ്റ് ആംഗിൾ എടുത്ത് പലരും ചെയ്തിട്ടുണ്ടാവും. ബട്ട് ഈ ടൈപ്പ് പ്രോബ്ലത്തിൽ അപ്പാരൻ്റ് ആംഗിൾ എടുക്കണ്ട. കാരണം ഇവിടെ തന്നിരിക്കുന്നത് ആക്സസിൻ്റെ ആംഗിളല്ല, ആക്സസ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഈ പ്ലെയിനിൻ്റെ ആംഗിളാണ് 30 ഡിഗ്രി. അങ്ങനെ വരുമ്പോൾ ഈ ആക്സസിൻ്റെ ടോപ്പ് വ്യൂ ഇവിടെ കിട്ടും. ഈ ടോപ്പ് വ്യൂ ഓഫ് ആക്സും ഈ ടോപ്പ് വ്യൂ ഓഫ് പ്ലെയിനും സെയിം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ടോപ്പ് വ്യൂ ഓഫ് പ്ലെയിൻ മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ, കാരണം അതിൻ്റെ ആംഗിളേ തന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ടോപ്പ് വ്യൂ ഓഫ് പ്ലെയിൻ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്. ആ ലൈനിൽ തന്നെയാണ് ആക്സസിൻ്റെ ടോപ്പ് വ്യൂ കിടക്കുന്നത്. അതുകൊണ്ട് ആക്സസിൻ്റെ ടോപ്പ് വ്യൂവും ഈ ടോപ്പ് വ്യൂ ഓഫ് പ്ലെയിനും ഒരു ലൈനിൽ വരുന്നത് കൊണ്ട് ഇവിടെ 30 ഡിഗ്രി എടുത്തിട്ടാണ് വരയ്ക്കേണ്ടത്. അപ്പാരൻ്റ് ആംഗിൾ വരയ്ക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ഇനി ഇതൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ ഇങ്ങനെ ഓർത്ത് വെക്കുക. ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൽ ആക്സസ് കണ്ടെയ്നിങ് വെർട്ടിക്കൽ പ്ലെയിൻ ഈസ് ഇൻക്ലൈൻ ടു VP എന്ന് തരികയാണെങ്കിൽ തന്നിരിക്കുന്ന ആംഗിൾ തന്നെ യൂസ് ചെയ്യുക. ഓക്കെ, അതൊന്ന് ഫൈനൽ സ്റ്റേജിലേക്ക് വരയ്ക്കുന്നു. ഇവിടെ ഞാൻ ഈ ഡയറക്ഷനേക്കാണ് എടുത്തത്. അത് ഞാൻ എളുപ്പത്തിന് വേണ്ടി തന്നെ എടുത്തതാണ്, കാരണം സ്പേസ് വളരെ കുറവാണ്. അതുകൊണ്ട് ഇവിടെ മാക്സിമം ഈ പോയിന്റിൽ O എടുത്തു, എന്നിട്ട് OD മാർക്ക് ചെയ്തു ഈ ലൈനിൽ. പിന്നെ ഈ പോയിന്റ് കണ്ടെത്തി വെർട്ടിക്കൽ ലൈൻ വരച്ചു. ഈ പോയിന്റിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് ഇവിടത്തേക്ക് എടുത്ത് ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു ഈ ലൈനിന്. അതിലേക്ക് OE ഡിസ്റ്റൻസ്, OC ഡിസ്റ്റൻസ് ഒക്കെ കണ്ടെത്തി ഈ ഫിഗർ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഫൈനൽ ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ നമ്മൾ ഈ ഡയറക്ഷനിലാണ് വ്യൂ ചെയ്യുന്നത്. അപ്പോൾ ബേസ് വിസിബിൾ ആണ് ഈ കേസിൽ. അതുകൊണ്ട് ഇവിടുത്തെ ബേസ് എഡ്ജസ് ഒക്കെ വിസിബിൾ ആയിരിക്കും. വിസിബിൾ എഡ്ജിനെ ക്രോസ് ചെയ്യുന്ന ലൈൻസ് ഒക്കെ ഇൻവിസിബിൾ ആയിരിക്കും. ബാക്കിയുള്ള ലൈൻസ് ഒക്കെ വിസിബിൾ ആണ്. അപ്പോൾ ഫൈനൽ ആൻസർ ഇങ്ങനെ കിട്ടും. ഇവിടെ യൂഷ്വലി വരാറ് ഫസ്റ്റ് സ്റ്റേജിന് 6, സെക്കൻഡ് സ്റ്റേജിന് 6, തേർഡ് സ്റ്റേജിന് 6, 2 മാർക്സ് ഫോർ നീറ്റ്നസ് ആൻഡ് ഡയമെൻഷനിങ്. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ആയിരുന്നില്ല. 5+5+6 +4 മാർക്ക് നീറ്റ്നസ് ആൻഡ് ഡയമെൻഷനിങ് എന്നുള്ള രീതിയിലായിരുന്നു. കഴിഞ്ഞ ആൻസർ കീഴിൽ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് ഈ പോയിന്റ് ഇവിടെയാണ് വരച്ചതെങ്കിൽ, എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് തന്നെയാണ് ഇൻക്ലൈൻ ചെയ്യിച്ചതെങ്കിൽ മാക്സിമം 7 മാർക്ക് ഓർ 6 മാർക്ക് അവാർഡ് ചെയ്യാം എന്ന് വന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് പലർക്കും ഈ ഡൗട്ട് ഉണ്ടാവും, ഞാൻ ഇങ്ങനെ വരച്ചു പോയി എത്ര മാർക്ക് കിട്ടും എന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഇത് ആൻസർ കീനെ ഡിപ്പെൻഡ് ചെയ്യും. ഒരു പ്രാവശ്യം വന്ന ആൻസർ കീയിൽ ഇഫ് സിമ്പിൾ പൊസിഷൻ ഈസ് റോങ്, എൻറ്റയർ ആൻസർ ഈസ് റോങ് എന്ന് വന്നിട്ടുണ്ടായിരുന്നു പഴയ സ്കീമിൽ. ഇപ്പോൾ ഒന്നും മെൻഷൻ ചെയ്തില്ലെങ്കിൽ ഈ 6 to 7 മാർക്സ് ആണ് മിക്ക ആൾക്കാരും അവാർഡ് ചെയ്യാറുള്ളത്. ചിലർ 10 മാർക്ക് വരെ പോകും. ഇനി അതല്ല, ആൻസർ കീയിൽ ഇങ്ങനെ 4 മാർക്സ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, 6 മാർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ അതേ അവാർഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അത് ഫൈനൽ ആൻസർ കീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഫസ്റ്റ് 2 സ്റ്റേജസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഒരു 10 to 13 മാർക്സ് കിട്ടും. ഇനി ഇവിടെ അപ്പാരൻ്റ് ആംഗിൾ എടുത്ത് വരച്ച് കഴിഞ്ഞാൽ ഒരു 15 to 16 മാർക്സ് എങ്കിലും കിട്ടേണ്ടതാണ്. അതൊക്കെ കീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4. A cone of base 50 mm diameter and axis 75 mm long has one of its generators on HP. A plane containing that generator and the axis is perpendicular to HP and is inclined at 60 degree to VP. Draw the projections of the cone
when the base is nearer to the VP than the apex. ഈ സെയിം ക്വസ്റ്റ്യൻ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ബൈ PA വർഗീസ് സാറിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. സെയിം ക്വസ്റ്റ്യൻ ആണ്, ബട്ട് ഡയമെൻഷനിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ ഡയമീറ്റർ 50 ആൻഡ് ഹൈറ്റ് 75 ആണ്. ഇതും വരയ്ക്കാൻ സ്പേസിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇനി 1:2 സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചെറുതായി പോവുകയും ചെയ്യും. ഓക്കെ, ഇതും നേരത്തെ സിമിലർ ടൈപ്പ് പ്രോബ്ലമാണ്. ഇവിടെ കോണാണ്, അതുകൊണ്ട് സിമ്പിൾ പൊസിഷൻ അറ്റൻഡ് ചെയ്തവർക്കൊക്കെ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. കാരണം ഇത് റെസ്റ്റിംഗ് ഓൺ ജനറേറ്റർ ഓൺ HP എന്ന് തന്നതുകൊണ്ട് HP-യിലായതുകൊണ്ട് ഇതിൻ്റെ സിമ്പിൾ പൊസിഷൻ ഫസ്റ്റ് ബേസ് സർക്കിൾ XY ലൈന് താഴെ ടോപ്പ് വ്യൂവിൽ വരയ്ക്കണമെന്നും ഫ്രണ്ട് വ്യൂ ട്രയാങ്കിൾ ആണെന്നും മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും. അപ്പോൾ ആ സ്റ്റേജിൻ്റെ മാർക്ക് കിട്ടും. അത് യൂഷ്വലി 4, 5 or 6 ഇത്രയാണ് മാർക്ക് വരാറുള്ളത്. അടുത്ത സ്റ്റേജിൽ ജനറേറ്റർ ഓൺ HP, ദാറ്റ് മീൻസ് ജനറേറ്ററിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. യൂഷ്വലി ആക്സിസ് ഇൻക്ലൈൻ 30 ഡിഗ്രി ടു HP, ബേസിസ് ഇൻക്ലൈൻ 45 ഡിഗ്രി ടു VP. ഈ ടൈപ്പ് ഒരു പ്രോബ്ലം VP-യിൽ റെസ്റ്റ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അത് പ്ലേലിസ്റ്റിലുണ്ട്. ഓക്കെ, ജനറേറ്റർ ഓൺ HP ആണ്, അതുകൊണ്ട് ഫ്രണ്ട് വ്യൂ ഇങ്ങനെയാണ് കിട്ടുക. ഈ ഒരു ട്രയാങ്കിൾ ഇങ്ങനെയാണ് കിട്ടുക. അതായത് ഈ റെസ്റ്റ് ചെയ്യുന്ന ജനറേറ്റർ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന E', O' ആണ്. E', O' XY ലൈനിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഈ ട്രയാങ്കിളിനെ മാറ്റി വരയ്ക്കണം. അതിൽ നിന്ന് സെക്കൻഡ് ടോപ്പ് വ്യൂ കിട്ടും. അടുത്ത സ്റ്റേജും സിമിലർ ആണ്. പ്ലെയിൻ കണ്ടെയ്നിങ് ആക്സിസ് ഈസ് ഇൻക്ലൈൻ 60 ഡിഗ്രി ടു VP. നേരത്തെ സെയിം കാര്യം തന്നെ. അതായത് ഈ ആക്സിസും ഈ ജനറേറ്ററും സെയിം ലൈനിൽ കിട്ടും. ചെയിൻ സിംഗിൾ ഡാഷ് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കാൻ കാരണം ജനറേറ്ററും ആക്സും വരുമ്പോൾ ആക്സിസിനാണ് ഇമ്പോർട്ടൻസ്. ഈ ലൈനിൽ തന്നെയാണ് E1, O1, അതായത് E', O' റെസ്റ്റ് ചെയ്യുന്ന ജനറേറ്ററും ആക്സും ഉള്ളത്. ഈ ജനറേറ്ററും ആക്സിസ് ഇങ്ങനെ വരുന്നു എന്ന് കരുതാം. ഇവിടെ അപ്പെക്സ് വരുന്നു. ഇത് രണ്ടും കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിൻ അത് വെർട്ടിക്കൽ പ്ലെയിൻ ആണ്, പെർപെൻഡിക്കുലർ ടു HP ആണ്. ആൻഡ് ഇൻക്ലൈൻ 60 ഡിഗ്രി ടു VP എന്നാണ് തന്നിരിക്കുന്നത്. അതായത് ഈ പ്ലെയിൻ്റെ ഇൻക്ലിനേഷൻ വിത്ത് VP 60 ഡിഗ്രിയാണ്. ഓക്കെ, അവിടെ പ്ലെയിൻ്റെ ഇൻക്ലിനേഷനാണ് തന്നിരിക്കുന്നത്. ആ പ്ലെയിനിലാണ് ആക്സിസ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്ലെയിൻ്റെ ടോപ്പ് വ്യൂയും ആക്സിസിൻ്റെ ടോപ്പ് വ്യൂയും സെയിം ലൈനിലായിരിക്കും. അപ്പോൾ പ്ലെയിൻ്റെ ടോപ്പ് വ്യൂ 60 ഡിഗ്രി നമുക്ക് വരയ്ക്കാൻ പറ്റും, കാരണം പ്ലെയിൻ്റെ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആക്സിസിൻ്റെ ടോപ്പ് വ്യൂ 60 ഡിഗ്രി ലൈൻ തന്നെയാണ് വേണ്ടത്. ഇവിടെയും ആക്സിസ് റെഡ്യൂസ്ഡ് ആകുന്നുണ്ട്, ആക്സ് ഇൻക്ലൈൻ ടു 1 പ്ലെയിൻ ആകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആക്സ് ഇൻക്ലൈൻ ടു ബോത്ത് പ്ലെയിൻ ആകും. അതുകൊണ്ട് അപ്പാരൻ്റ് ആംഗിൾ എടുത്ത് വരച്ചവരുണ്ടാവും, ബട്ട് അപ്പാരൻ്റ് ആംഗിൾ വരയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ ആക്സിസിൻ്റെ ആംഗിളല്ല തേർഡ് സ്റ്റേജിലേക്ക് സെക്കൻഡ് റൊട്ടേഷനിലേക്ക് വേണ്ടി തന്നിരിക്കുന്നത്. ഇവിടെ ആക്സിസും ജനറേറ്ററും കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന വെർട്ടിക്കൽ പ്ലെയിനിൻ്റെ ഇൻക്ലിനേഷനാണ് 60 ഡിഗ്രി തന്നിരിക്കുന്നത്. അതുകൊണ്ട് ആക്സിസിൻ്റെ ടോപ്പ് വ്യൂയുടെ ഇൻക്ലിനേഷൻ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഈക്വൽ ടു ഈ പ്ലെയിൻ 60 ഡിഗ്രി പ്ലെയിൻ്റെ ടോപ്പ് വ്യൂ മേക്ക് ചെയ്യുന്ന ആംഗിളും സെയിം ആയിരിക്കും. അങ്ങനെ ഇവിടെ 60 ഡിഗ്രി ലൈൻ വരച്ച് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇവിടുന്ന് വ്യൂ ചെയ്യുമ്പോൾ ബേസ് ആണ് വിസിബിൾ, ബേസ് വിസിബിൾ ആണ്. അതുകൊണ്ടാണ് ഇതിവിടെ വിസിബിൾ കേർവ് വരച്ചിരിക്കുന്നത്. ഇനി ഇവിടുന്ന് വ്യൂ ചെയ്യുമ്പോൾ ഇവിടെ ഒരു കാര്യം വിട്ടുപോയി. ഇവിടെ കണ്ടീഷൻ തന്നിട്ടുണ്ട്, ബേസ് ഈസ് നിയറർ ടു VP. അതുകൊണ്ടാണ് ബേസ് VPക്ക് നിയറായിട്ട് എടുത്തിരിക്കുന്നത്. നേരത്തെ ഒന്നും പറയാത്തതുകൊണ്ട് എനിക്ക് വരയ്ക്കാൻ എളുപ്പം O ഇവിടെ എടുക്കുന്നതുകൊണ്ടാണ് O2 ഇവിടെ എടുത്തിട്ട് വരച്ചിരിക്കുന്നത്. ഇവിടെ അങ്ങനെ വരച്ചാൽ ആ സ്റ്റേജിൽ 2 or 3 മാർക്ക് പോകും. കാരണം കണ്ടീഷൻ തന്നിട്ടുണ്ട്, ബേസ് നിയറർ ടു VP, അപ്പെക്സ് അല്ല ബേസ്. അപ്പോൾ 2 ആൻസർ പോസിബിളാണ്. 60 ഡിഗ്രി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം, അതേപോലെ 60 ഡിഗ്രി ഈ ഡയറക്ഷനിലേക്കും കൊണ്ടുവരാം. ഓക്കെ, അതായത് ഈ ഡയറക്ഷനിലേക്ക് വരച്ചിട്ട് ഇവിടെ ബേസ് എടുക്കുന്ന രീതിയിൽ, അതായത് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാലും അത് ആൻസറാണ്. ഈ 2 ആൻസർ പോസിബിൾ ഉണ്ട്. നേരത്തെ ക്വസ്റ്റ്യനിൽ 4 ആൻസേഴ്സ് പോസിബിൾ ഉണ്ട്. നമുക്ക് 4 ഡയറക്ഷൻസിലേക്കും, അത് അപ്പെക്സ് നിയറായിട്ടും എവേ ആയിട്ടും ലെഫ്റ്റും റൈറ്റും ഒക്കെ എടുക്കാൻ പറ്റും. ഇവിടെ കണ്ടീഷൻ തന്നുകൊണ്ട് ഇത് മാത്രമേ പറ്റൂ. അങ്ങനെ ഇവിടുന്ന് വ്യൂ ചെയ്യുമ്പോൾ അപ്പെക്സ് ആണ് വിസിബിൾ. അതുകൊണ്ട് ഈ ബേസിൻ്റെ ഇത്രയും പോർഷൻസ് ഡാഷ് കർവ് യൂസ് ചെയ്ത് വരയ്ക്കുക. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ. ഇവിടെ 60 ഡിഗ്രി ആയതുകൊണ്ട് ഇത് ഇൻക്ലിനേഷൻ വളരെ കൂടുതൽ കൊണ്ട് ഈ ഒരു ഷേപ്പാണ് കിട്ടുന്നത്. അപ്പോൾ ഈ കർവിന് ടാൻജൻ്റ് ആയിട്ട് ജനറേറ്റേഴ്സ് വരയ്ക്കുക. ഇതാണ് സെക്കൻഡ് മൊഡ്യൂളിലത്തെ 2 ക്വസ്റ്റ്യനും. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരേ ടൈപ്പ് പ്രോബ്ലം ചോദിച്ചതും പിന്നെ സ്പേസിൻ്റെ ഇഷ്യൂ പല കുട്ടികളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വരയ്ക്കുമ്പോൾ എനിക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്.